നിങ്ങൾ അറിയുന്ന ഭക്തിയും യഥാർത്ഥ ഭക്തിയും തമ്മിൽ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്. രണ്ടും രണ്ട് മൗലികമായ കാര്യങ്ങളാണ്. നിങ്ങൾ അറിയുന്ന ഭക്തി, നിങ്ങൾ പറയുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഭക്തി ഒരു പ്രാർത്ഥനയിലൂടെയാണ്, പ്രാർത്ഥന ഒരു ഭക്തിയിലൂടെയാണ്. നിങ്ങൾ അറിയുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഒരു വിലപേശൽ മാത്രമാണ് പ്രാർത്ഥന. വിഷയാസക്തികളെ വിഷം പോലെ വർജിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി. വിഷയാസക്തികളെ വിഷം പോലെ വർജിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ശ്രീകോവിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ? ശ്രീകോവിൽ അതിനെന്താണ് പറയുക ശരിക്കും? ശ്രീകോവിലിന്റെ ഉള്ളിൽ ഒരു യൂട്രസിന്റെ ആകൃതിയിൽ ഒരു സ്ഥലം കാണുന്നു. ശ്രീകോവിലിന്റെ ഉള്ളിൽ ഒരൊറ്റ ദ്വാരമേ ശ്രീകോവിലിനുണ്ടാവുള്ളൂ. ഒരൊറ്റ ദ്വാരമാണ് മിക്കവാറും ശ്രീകോവിലിന്റെ ഉള്ളിൽ കാണുക. യൂട്രസിനും പുറത്തേക്കുള്ള വഴി ഒന്നാണ്. ഒരു ഗർഭസ്ഥ ശിശുവിനെ എങ്ങനെയാണോ ഒരു അമ്മ വഹിക്കുന്നത് അതുപോലെ തന്നെയാണ് ഗർഭഗൃഹം എന്നാണ് പൂജ ചെയ്യുന്ന ആളുകൾക്കറിയാം. ഗർഭഗൃഹം എന്നാണ് അതിന് പറയുന്നത്. ഗർഭഗൃഹം. എന്തുകൊണ്ടാണ് ഗർഭഗൃഹം എന്ന് പറയുന്നത്? ഒരു വഴി മാത്രമേ അവിടേക്കുണ്ടാവുള്ളൂ. വായു കടക്കില്ല, വെളിച്ചം കിടക്കില്ല. യൂട്രസും അങ്ങനെ തന്നെയാണ്. ഒരു വഴി മാത്രമേ ഉള്ളൂ. ഏറ്റവും പവിത്രമായതാണ് യൂട്രസ് എന്ന് പറയുന്നത്. അപ്പം ഭക്തിയിൽ നിങ്ങൾ അവിടെ ഒരു ദേവൻ ഉണ്ടാവും, ഉറപ്പല്ലേ? ആ ക്ഷേത്രത്തിൽ ഒരു ദേവൻ ഉണ്ടാവും, അത് ഉറപ്പാണ് അല്ലേ? ആ ദേവൻ ഒരു മന്ത്രം ഉണ്ടാവും, ഉറപ്പല്ലേ? ആ മന്ത്രം എന്ന് പറയുന്നത് നിങ്ങൾ ആകാശത്തിന് ചുവട്ടിലിരുന്ന് നിങ്ങൾക്ക് മന്ത്രം ജപിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അത്രത്തോളം നിങ്ങളുടെ മന്ത്രമോ നിങ്ങളുടെ സൗണ്ടോ നിങ്ങളുടെ ശബ്ദമോ അത്രത്തോളം ശക്തമല്ല. അതുകൊണ്ടാണ് ശ്രീകോവിലിന്റെ അടുത്തെത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ നമഃശിവായയോ മറ്റുള്ള മന്ത്രങ്ങളോ ജപിക്കുന്നതിന്റെ കാരണം അതിനത് ഉൾക്കൊള്ളാൻ ആ ദേവതയ്ക്ക് ആ ശ്രീകോവിലിന് അത് ഉൾക്കൊള്ളാൻ കഴിയും. ഈ രീതിയിലാണോ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നത്? അല്ല. ഗർഭപാത്രം ഉണ്ടെന്നും അത് ദേവതയുടെ ഗർഭപാത്രമാണെന്നും ആ ഗർഭപാത്രത്തെ നിങ്ങൾ ധ്യാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു ചൂട് തട്ടുമെന്നും ആ ചൂടിനാൽ നിങ്ങൾക്കൊരു പുനർജന്മം ഉണ്ടാകുമെന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആ ചൂടിനാൽ നിങ്ങൾക്കൊരു പുനർജന്മം ഉണ്ടാവണം. ദേവതയുടെ ഗർഭപാത്രത്തിൽ നിന്നുള്ള ചൂട്, അതേ ചൂട് നിങ്ങൾക്ക് പൂജാരിമാർ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. ഈ ചൂടിന് വേണ്ടിയാണ് നിങ്ങൾ അവിടെ പോയിട്ട് മന്ത്രം ജപിക്കുന്നത്. അതാണ് അതിന് ഒരൊറ്റ ദ്വാരം മാത്രമുള്ളത്, അല്ലെങ്കിൽ ഒരു വഴി മാത്രമുള്ളത്. പണ്ട് മറ്റുള്ള മതസ്ഥർ ക്ഷേത്രത്തിൽ വരുമ്പോൾ അവർ പറയും ഇത് വളരെ അശാസ്ത്രീയമായി നിർമ്മിച്ചതാണെന്ന്. എന്നാൽ നമ്മൾക്കറിയാം അത് വളരെ ശാസ്ത്രീയമായി വളരെ മുന്നേ നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചതാണ്. നിങ്ങൾ ജപിക്കുന്ന നിങ്ങളുടെ ഓം എന്നുള്ള ജപം, ആ ഉ മാ എന്ന് അർത്ഥം വരുന്ന ഓം ജപിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മന്ത്രം ജപിക്കുന്ന സമയത്ത്, ആ ദേവതയുടെ മന്ത്രമാണ് പ്രത്യേകിച്ചെങ്കിൽ നിങ്ങൾ ജപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പുനർജന്മമുണ്ട്. ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കും. അങ്ങനെ പുനർജനിക്കാൻ വേണ്ടിയാണ് ഭക്തി. ഭക്തി വേറെ ഒന്നുമല്ല. എൻ്റെ വാക്കുകൾ മനസ്സിലായോ എന്നറിയില്ല. പുനർജനിക്കാൻ വേണ്ടി മാത്രമാണ് ഭക്തി. മറ്റൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. അത് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. സനാതന ധർമ്മത്തിൽ പുനർജനിക്കാൻ വേണ്ടി മാത്രമാണ് ക്ഷേത്രങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വീണ്ടും നിങ്ങൾ റീബർത്ത്, വീണ്ടും പുനർജനിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി.